ഹായ് ഫ്രണ്ട്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. देख के क्या महसूस हो रही है? नमस्ते केरला. स्पेशल कलेक्शन है मोनालिसा. और वापस जाने के लिए मोनालिसा നമ്മളെ ക്ഷണിക്കുകയാണ് മഹാകുംഭമേളയിലേക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് പോകണം. मैं आप सबकी प्यारी मोनालिसा ने महाकुंभ में माला और द्राक्ष पे लेवेस दी थी. अभी कुछ फिल्मों का ऑफर मिला है, वहाँ मैंने साइन की है. अभी एक्टिंग करना सीख रही हूँ. फिल्म का नाम है डी डायरी ऑफ मणिपुर, जिसके डायरेक्टर है सनोज मिश्रा जी. वो अभी हमारे साथ ही है, लेकिन नमस्ते केरला. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വേണ്ടി മലയാളം പോലും പഠിച്ചിരിക്കുകയാണ്. Thank you so much. Love you birthday. Happy Valentine's Day. Same to you. എല്ലാവർക്കും സുഖമല്ലേ? മലയാളം കുറച്ച് പഠിച്ചു തുടങ്ങി, ബാക്കി നമുക്ക് പഠിപ്പിക്കാല്ലേ. നമുക്ക് ഇവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാനുണ്ട് അല്ലേ, നമുക്ക് പഠിപ്പിക്കാം. ശരിക്കും ഞാൻ महाकुंभमेले 144 144 ईयर्स में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला. अപ്പൊ ആ കുംഭമേളയ്ക്ക് അച്ഛരി മാറിക്കാൻ പറയുന്നു. ഞാൻ ഈ കുംഭമേളയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോ കുംഭമേള ഡയമണ്ട് ആണിപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഡയമണ്ട് ഓഗിയാബി. അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത്. ഇപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വരുമ്പോ. अभी मोनालिसा बोला है हम दोनों कुंभ मेला जाएगा क्या, हमको पूछता है क्या जाएगा. जरूर जाएंगे. किधर जाएगा? कुंभ मेला. कौन कौन जाएगा? आप और मैं. आओ हम दोनों जाएगा. നമ്മൾ രണ്ടുപേരും കുംഭമേളയ്ക്ക് പോവാന്നാണ് ആണ് പറയുന്നത്. ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി. ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. की पहनो. करना सीख रही हूँ. और फिल्म का नाम है डी डायरी ऑफ मणिपुर, जिसके डायरेक्टर है सनोज मिश्रा जी. वो अभी हमारे साथ ही है, लेकिन बाहर है. पहली बार आई, फर्स्ट टाइम. मोनालिसा को बहुत डर था, बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे, बहुत डर रहे. तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना. मोनालिसा ये फर्स्ट फंक्शन है ना आपका?
फर्स्ट फंक्शन है केरला, तो हम केरला लोग भूल नहीं जाएगा. इट ഈസ് വെരി മച്ച് നോട്ടഡ്. ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. പതിവിന് വിപരീതമായി ബിസിനസ് കൂടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി. എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഓ ये वैलेंटाइंस डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड. थोड़ा ये बॉक्स में दिएगा तो आप लोग सब सोचेगा मैं ये धंधा कर रही हूँ. मेरे मुंह पे ചോദിക്കട്ടെ, पहनेगा ना, मॉडलिंग करेगा, मार्केटिंग प्रमोशन सब कुछ करेगा ना, विद परमिशन. ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ്. 10,000 ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മൊണാലിസ. ആരും പറയുന്നില്ല. അതാ നമ്മുടെ കാറ് സ്വർണം വാങ്ങിയപ്പോ അല്ലെ, ഫ്രീ റാഫിൽ ഡ്രോ സ്വർണം വാങ്ങിയപ്പോ കാറ് ലഭിച്ചാണ് ഒറ്റപ്പാലം ബ്രാഞ്ചില്. कुछ भी आपका लैंग्वेज में. मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन. ए वतन ए वतन ए वतन, जाने जा जाने मन. ओके, मोनालिसा एकदम बोल्ड, नो टेंशन, कुछ भी नहीं है. तो हमारे घर आए थे और फिल्म के लिए साइन करवाया. फिल्म का नाम है दी डायरी ऑफ मणिपुर और उनके डायरेक्टर है सनोज मिश्रा जी. अभी मैं थोड़ी सी एक्टिंग सीख रही हूँ. सबको मीडिया वाला सबको एक्साइटमेंट है, कैसा ऐसा हो गया. ये कितना 14 करोड़ और इससे ऊपर आदमी लोग वन डे है ना, ये लॉटरी हो, इतनी बड़ी बात कैसे हो गया. मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया. आके एक दिन इंडिया का, दुनिया का सेलिब्रिटी एक दिन में हो गया. ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की. नहीं, अब माला भी आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते. हाँ, फादर मदर कचौड़ा मिटला കളിയില്ല, അത് പാരന്റ്സ് എപ്പോഴും നടത്തുന്നുണ്ട്. मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. आपको कोई लवर है? नहीं, कुछ भी नहीं. मम्मी तो पापा है. കേരള से कुछ प्लान है ऐसा? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും, എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं, ഇത്രയും വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി
കച്ചവടം ചെയ്തു. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത്. സാഹചര്യം, ഞാൻ കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക, പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോവാനിരിക്കുകയായിരുന്നു. പോവാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി പോണതിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട്, കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും. അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്നെനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും, ഒരു ജാടയില്ല. വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പൊ അതൊക്കെ വളരെ അട്രാക്ട് ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം. ഇനിയിപ്പോ ഞാൻ ഈ കഥ പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആള് എന്നെ ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് കുംഭമേള പോവാന്ന് പറഞ്ഞു. പക്ഷെ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, പക്ഷെ ആൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന സീനാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്ക് വല്ലതും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും. പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ആളുടെ ആ ലോകം നാട് എന്നല്ലാതെ വേറെ ഒന്നും ഒരു പിടിയില്ല. ഇപ്പോഴാണ് ശരിക്കും ലോകം കണ്ട് അങ്ങനെ വരികയാണ്. ഭയങ്കര കഥ കേട്ട ഭയങ്കര ഇതാണ്. हमारे फिल्म के डायरेक्टर सनोज जिसने मुझे फिल्म लिया। हाँ हाँ, आइए आइए, हमारा डायरेक्टर सनोज भाई किधर है? आइए आइए। नहीं नहीं, बैठिए बैठिए, आइए। सनोज भाई डायरेक्टर, मुंबई से लखनऊ, वो एक मूवी पकड़ने के लिए, राइट जी, मूवी बना रहे। नाम क्या है मूवी का? द डायरी ऑफ मणिपुर। द डायरी ऑफ मणिपुर। ओ എന്തായാലും ഒരു സിനിമ വരട്ടെ. मेरे സിനിമ ആനെ കിട്ടാൻ നമുക്ക് ഫ്രീ ടിക്കറ്റ് देना. അടിമാരിയൊന്നും വിട്ടിട്ടില്ല. ഞാൻ എല്ലാവരും വിളിക്കും. എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും. അവരെ മോഡലിംഗ് ചെയ്യും, മാലിട്ട് കൊടുക്കുക, ഡാൻസ് കളിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പണി. അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും. കേസ് കുഴപ്പമില്ല, അതിന് പോകുന്നു, അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പൊ കോടതിയിൽ ഇരിക്കുകയാണല്ലോ എന്നുള്ളത്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. ഒരു കയ്യകലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ്. नमस्ते आप सबको।